ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അഫ്ഗാനിൽ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസം നിഷേധിക്കുന്ന താലിബാനെതിരെ രംഗത്തിറങ്ങാൻ മുസ്ലിം നേതാക്കളോട് നോബൽ സമ്മാന ജേതാവായ മലാല യൂസഫ്സായി ആഹ്വാനം ചെയ്യുകയാണ്. ഞായറാഴ്ച ഇസ്ലാമാബാദിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒത്തുകൂടിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് മലാല ഇക്കാര്യം പറഞ്ഞത്. താലിബാൻ സ്ത്രീകളെ മനുഷ്യരായി കാണുന്നില്ലെന്നും അഫ്ഗാനിലെ സ്ത്രീകളുടെ അവകാശങ്ങളെ താലിബാൻ അടിച്ചമർത്തുന്നതിനെ അപലപിച്ചുകൊണ്ടും യൂസഫ്സായി സംസാരിച്ചു. അവർ തങ്ങളുടെ കുറ്റകൃത്യങ്ങളെ സാംസ്കാരികവും മതപരവുമായ ന്യായീകരണം കൊണ്ട് മറയ്ക്കുകയാണെന്നും മലാല കുറ്റപ്പെടുത്തി. അതേസമയം സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടും അഫ്ഗാൻ താലിബാൻ പ്രതിനിധികൾ പങ്കെടുത്തില്ല. കാബൂളിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിന്റെ അസാന്നിധ്യം പാകിസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി ഖാലിദ് മഖ്ബൂൽ സിദ്ദീഖി സ്ഥിരീകരിച്ചു. മുസ്ലിം വേൾഡ് ലീഗിന്റെ പിന്തുണയോടുകൂടിയാണ് സമ്മേളനം നടന്നത്. ലോകത്തുടനീളമുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ അഭിസംബോധന ചെയ്യാൻ പാകിസ്ഥാൻ നടത്തിയ സുപ്രധാനമായ ശ്രമമായിട്ടാണ് സമ്മേളനം വിലയിരുത്തിയത്. സ്കോളർഷിപ്പുകൾ, ഓൺലൈൻ പ്രോഗ്രാമുകൾ, മറ്റ് വിദ്യാഭ്യാസ സംരംഭങ്ങൾ എന്നിവയിലൂടെ അഫ്ഗാൻ പെൺകുട്ടികളെ പിന്തുണയ്ക്കാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നവരോട് അഫ്ഗാനിസ്ഥാനിലെ യുണൈറ്റഡ് നേഷൻസ് അസിസ്റ്റൻസ് മിഷൻ അഥവാ UNAMA ഇതിന്റെ മേധാവി റോസ ഒത്തുൻബേയു അഭ്യർത്ഥിച്ചു. 2021 താലിബാൻ അധികാരം പിടിച്ചെടുത്തതു മുതൽ സ്ത്രീകളും പെൺകുട്ടികളും അവരുടെ മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. താലിബാനികൾ സ്ത്രീകളെയും പെൺകുട്ടികളെയും അടിച്ചമർത്തുന്നതിനു വേണ്ടിയാണ് ഈ തിരിച്ചുവരവിനെ പ്രയോജനപ്പെടുത്തുന്നത്. സ്കൂളുകളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നും പെൺകുട്ടികളെ വിലക്കി. അഫ്ഗാനിസ്ഥാനിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് മലാലയുടെ പിതാവ് സിയാവുദ്ദീൻ യൂസഫ്സായി പറഞ്ഞു. താലിബാനെതിരെ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും നിർണായകമായ നടപടികൾ ഇല്ലാത്തതുകൊണ്ടാണ് എന്നും അദ്ദേഹം നിരാശ പ്രകടിപ്പിച്ചു. ഏതൊരു രാജ്യത്തെ മതം പിടിച്ചു മുറുക്കുന്നോ അവിടെയൊക്കെ കാണുന്നത് തന്നെയാണിത്. LKG UKG കുട്ടികൾക്ക് പോലും മറ ഇട്ടുകൊണ്ടുള്ള പഠനം. 4ാം ക്ലാസ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ പഠിക്കണ്ട എന്ന നിയമം. എങ്ങനെയാണ് പുരോഗതി ഉണ്ടാകുന്നത്? നമ്മുടെ കേരളത്തിന് ഒരു പക്ഷേ മാറ്റമുണ്ട്. മുമ്പൊക്കെ വിവാഹപ്രായം മൂത്തത് 6 വയസ്സാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് നടന്നിരുന്നവർ, അവരെ പെട്ടെന്ന് കെട്ടിക്കണമെന്ന് പറഞ്ഞവർ, വിവാഹപ്രായത്തിന് എതിര് നിന്നവർ ഇപ്പോൾ പറയുന്നു മുസ്ലിം പെൺകുട്ടികളെ പഠിപ്പിച്ച് ഡോക്ടറാക്കണമത്രേ. മുസ്ലിം സ്ത്രീകൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായാൽ അത് നോക്കാൻ മുസ്ലിങ്ങളിലെ ഗൈനക്കോളജി വിഭാഗം വേണമത്രേ. അതിന് സ്ത്രീകളെ പഠിപ്പിക്കണമെന്ന്, മുസ്ലിം പെൺകുട്ടികളെ പഠിപ്പിച്ച് ഗൈനക്കോളജിസ്റ്റ് ആക്കണമെന്ന് ഹുദവിമാർ പബ്ലിക്കിൽ വന്ന് പ്രഭാഷണം നടത്തി തുടങ്ങി. ഒരു കഷ്ണം തുണിയുടെ പേരിൽ കുറച്ച് തലമുടി ഒന്ന് പുറത്ത് കണ്ടു. അതിന്റെ പേരിലാണ് മത പോലീസിന്റെ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ച് മൂക്കും മുടിയും ഛേദിക്കപ്പെട്ട് അതിദാരുണമായി ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെടുന്നു ഇറാനിൽ. 22കാരിയായ മഹസാമിനെ എങ്ങനെയാ മറക്കുക? ആ വേദനയിൽ എന്റെ ഉള്ളു പൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ ഈ വസ്തുത നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇറാനിലെ കൊമേനിയുടെ 6ാം നൂറ്റാണ്ടിന്റെ മതം പാലിക്കാത്തതിന്റെ പേരിൽ അവൾ അത്തരമൊരു ശിക്ഷ അനുഭവിക്കേണ്ടവളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇറാനിൽ ജനിച്ചതിന്റെ പേരിൽ ഇറാന്റെ മതനിയമം അനുശാസിക്കും വിധം ജീവിക്കാൻ അവൾ ബാധ്യസ്ഥയാണ് എന്നും അത്തരം ഒരു ശിക്ഷ അവർക്ക് ലഭിച്ചതിൽ സന്തോഷമേ ഉള്ളൂ എന്നുമാണ് നിങ്ങളുടെ പക്ഷമെങ്കിൽ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല, പറയാനുമില്ല. കാരണം നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്കാണ് ചികിത്സ വേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇസ്ലാമിക രാജ്യങ്ങൾ പോലും യൂറോപ്യന്മാരെ അനുകരിച്ചുകൊണ്ട് മാനവികതയിലേക്കും ആധുനികതയിലേക്കും കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനാധിപത്യ രാജ്യത്തെ മതേതരത്വം അനുഭവിക്കുന്ന ഈ ഇന്ത്യക്കാർക്ക് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് തിരിച്ചു പോകണമത്രേ. അതുകൊണ്ടാണ് അവരോട് പാകിസ്ഥാന്റെ വഴി റെഡിയാക്കിയിരുന്നോളാൻ പറയുന്നത്. പ്രാകൃതമായ ഗോത്ര നിയമങ്ങളാണത്രേ അവർക്ക് വേണ്ടത്. അഫ്ഗാനിലെ സ്ത്രീ സ്വാതന്ത്ര്യമാണ് പ്രവാചകൻ നടപ്പിലാക്കിയ സ്വാതന്ത്ര്യം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഇന്ത്യക്കകത്ത് എന്തിനാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്നത്? നമ്മുടെ മക്കള് പ്രണയക്കെണിയിലൊക്കെ അകപ്പെട്ട് എന്നിട്ടും ഇസ്ലാമിലെ സ്ത്രീ സ്വതന്ത്രയാണ് എന്ന് വിശ്വസിച്ച് മതം മാറുമ്പോൾ
കാമുകന്റെ വീട്ടിൽ പോയിട്ട് 35 കഷ്ണങ്ങളാക്കാനാണ് പോകുന്നത് എന്ന് അറിയാതിരുന്നാ മതി, അതൊന്ന് ചിന്തിക്കാതിരുന്നാ മതി. എന്നാൽ ഇസ്ലാം പച്ച പവിത്രമാണ് എന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാം. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. മതനിയമങ്ങളെ വലിച്ചെറിഞ്ഞ് ആധുനിക വിദ്യാഭ്യാസം നേടി ജീവിതത്തിൽ ജോലിയും സമ്പത്തും പേരും പ്രശസ്തിയും വ്യക്തിത്വവും സർവോപരി പോപ്പുലാരിറ്റിയും സ്വന്തമാക്കുന്നത് കാണുമ്പോൾ ചിലർക്ക് കുരുക്കൾ പൊട്ടുന്നുണ്ട്. ഇല്ല, 6-ാം നൂറ്റാണ്ടിന്റെ മതം വലിച്ചെറിഞ്ഞതുകൊണ്ട് അവർക്ക് കിട്ടിയ പ്രോഫിറ്റുകളാണ് അതൊക്കെ. പിന്നീട് 6-ാം നൂറ്റാണ്ടിന്റെ ആ ഗോത്രമതം തന്നെ വന്ന് പറയും, ഞങ്ങളുടെ സ്ത്രീകൾ സ്വതന്ത്രരാണ്, അവരുടെ ആ വിദ്യാഭ്യാസമുണ്ട്, അവർ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നുണ്ട്, അവർ റെപ്യൂട്ടഡ് മേഖലകളിലുണ്ട് എന്ന്. നിങ്ങളുടെ മതം വലിച്ചെറിഞ്ഞത് കൊണ്ടാണ് ആ പെണ്ണുരുത്തിക്ക് അത്തരം മേഖലകളിലൊക്കെ കാല് ചവിട്ടാൻ സാധിച്ചത്. അഡാർ ലവ് എന്ന സിനിമയിലെ ഒരു പാട്ട്, മാണിക്യമലരായ പൂവി ഖദീജയെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. എന്റെ മഹാനായ പ്രവാചകന്റെ പ്രണയരംഗങ്ങളാണ് അതിനകത്ത് കാണിക്കുന്നത്. ഖദീജ കണ്ണടിക്കുന്നത് പോലെ പ്രതീകാത്മകമായി ഒരു പെൺകുട്ടി, എന്താ അതിന്റെ പേരെന്ന് എനിക്ക് ഓർമ്മയില്ല, ആ പെൺകുട്ടി കണ്ണടിക്കുന്നു. അത് കാണുമ്പോ മുസ്ലിങ്ങൾക്കാകെ ഒരു വിഷമം. നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങളുടെ മനോഭാവത്തിന്റെ കുഴപ്പമാണ്. 6-ാം നൂറ്റാണ്ടിൽ നിങ്ങളുടെ തലച്ചോറിലേക്ക് നിറയ്ക്കപ്പെട്ട ആ മതത്തിന്റെ പ്രശ്നമാണത്. പെട്ടെന്നൊന്നും അത് മാറിക്കിട്ടത്തില്ല. സ്വന്തം സമുദായക്കാരുടെ വേദനയിൽ നിങ്ങൾ പങ്കുചേരുന്നുണ്ടോ? അന്യമതക്കാരന് വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നതുമുണ്ടല്ലോ. അഫ്ഗാനികൾ എന്തേ? നിങ്ങളുടെ മതവിശ്വാസികളല്ലേ, സഹോദരങ്ങളല്ലേ, അവർക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? റാഫയിലെയും ഗാസയിലെയും സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രം മതിയോ സ്വാതന്ത്ര്യം? അവർക്ക് മാത്രം മനുഷ്യന്മാരായിട്ട് ജീവിച്ചാൽ മതി? അവർക്ക് മാത്രം മതിയോ നിർഭയത്വം? അവരുടെ കണ്ണീരിന് മാത്രമേ ഉപ്പുരസമുള്ളൂ? അവരുടെ വേദനയിൽ മാത്രമേ നിങ്ങൾക്ക് തൊണ്ടക്കുഴിയിലേക്ക് വെള്ളം ഇറങ്ങാത്തൊരവസ്ഥയുള്ളൂ? പ്രശ്നം നിങ്ങളുടേതല്ല. നിങ്ങളുടെ തലച്ചോറിൽ 3 വയസ്സ് മുതൽ ഇൻജക്ട് ചെയ്യപ്പെട്ട, സോഫ്റ്റ്വെയർ ചെയ്യപ്പെട്ട, ഓരോ മണിക്കൂറിലും ചാർജ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ചാർജ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാം എന്ന സോഫ്റ്റ്വെയറിൻ്റെതാണ്. ഇത് ചർച്ച ചെയ്യാൻ ഇന്ന് കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ ഉണ്ടാകും? ഒരു സമൂഹത്തെ മതം എങ്ങനെയാണ് കാർന്ന് തിന്നുന്നത് എന്ന് പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് അഫ്ഗാൻ. എന്താണ് ഏതൊരു രാജ്യത്തെയും മതം വിഴുങ്ങുമ്പോൾ ഏത് നിലയിലായിരിക്കും ആ രാജ്യത്തിന്റെ മതേതരത്വവും സ്വാതന്ത്ര്യവും? അത് മനസ്സിലാക്കി തരുവാണ്. മതരാജ്യങ്ങളിലൊക്കെയുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്വാതന്ത്ര്യം എന്താണ് എന്ന് മനസ്സിലാക്കി തരുവാണ്. സൗദി അറേബ്യയെ പോലെയുള്ള രാജ്യങ്ങളൊക്കെ മതത്തെ വലിച്ചെറിഞ്ഞു മാനവികതയിലേക്ക് നീങ്ങുമ്പോൾ മതരാജ്യങ്ങൾക്കു വേണ്ടി അലമുറയിട്ട് കൊണ്ടിരിക്കുവാൻ ഇവിടെ ഒരു കൊച്ചു കേരളം. അതെ, മുഹമ്മദ് ഇബ്നു സൽമാനെ പോലെയുള്ള യുവ രാജാവാണ് സൗദി ഭരിക്കുന്നത്. അതുകൊണ്ട് അവരൊക്കെ 6-ാം നൂറ്റാണ്ടിന്റെ മതം വലിച്ചെറിഞ്ഞ് മാനവികതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയാമോ? ഇനിയും 6-ാം നൂറ്റാണ്ടിന്റെ പ്രാകൃതമായ ആ ഗോത്രമതവും കടിച്ചു പിടിച്ചിരുന്നാൽ ഇസ്ലാം ലോക ചരിത്രങ്ങളിൽ ഇടം പിടിക്കില്ല എന്ന് മാത്രമല്ല, പരിഹാസ്യരായി മാറുമെന്നുമുള്ള യാഥാർത്ഥ്യം അവർക്ക് അറിയുന്നത് കൊണ്ട് അവരാ മതം വലിച്ചെറിഞ്ഞ് മാനവികതയിലേക്ക് നീങ്ങുന്നു. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സൗകര്യവും, പെൺകുട്ടികൾക്ക് ഫാഷൻ പരേഡ് നടത്താനുള്ള സൗകര്യവും, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും, ഒറ്റയ്ക്ക് ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോകാനും, എവിടെ വേണമെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും, സഞ്ചരിക്കാനും, വീട് വെച്ച് താമസിക്കാനും, ഇഷ്ടമുള്ളതുപോലെ പഠിക്കാനും, ഏത് തൊഴിൽ മേഖലകളിലും കയറിപ്പറ്റാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നൽകിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇനിയും സ്ത്രീകൾ തളച്ചിടപ്പെടേണ്ടവരല്ല എന്ന് അദ്ദേഹത്തിന്റെ പൊതുവിദ്യാഭ്യാസം അദ്ദേഹത്തെ പഠിപ്പിച്ചതുകൊണ്ട്, മതത്തെ വലിച്ചെറിഞ്ഞ് മാനവികത എന്താണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹത്തിൽ മാറ്റം വന്നു ആ രാജ്യത്തിന്. നന്ദി.